നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ ക്വാളിറ്റി ചെക്കിങ്ങിന് കൊടുത്ത ബോട്ടിലുകളെല്ലാം എടുത്തെറിഞ്ഞ് ചവിട്ടി പൊട്ടിക്കുന്ന അനീഷിനെയാണ് കാണിക്കുന്നത്. അത്രയും പെർഫെക്റ്റായി ഗെയിം തുടക്കം മുതൽ കൊണ്ടുപോയ അനീഷിൻ്റെ ഒരു ബോട്ടിൽ പോലും സെലക്ട് ആയിട്ടില്ല. അതിൽ നിന്നും ദേഷ്യം വന്നിട്ടാണ് അനീഷ് ഇങ്ങനൊരു ഷോ കാണിച്ചു കൂട്ടിയത്. തങ്ങളുടെ മുന്നിലെത്തിയ ബോട്ടിലുകൾ ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കേണ്ടത് ക്വാളിറ്റി ചെക്കേഴ്സാണ്. അനീഷിൻ്റെ ബോട്ടിലുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ മുടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടിലുകളെയും നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ അവരെത്തിയതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. വിജീൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ഒരു ബോട്ടിൽ പോലും അവർ സെലക്ട് ചെയ്തിട്ടില്ല. അനീഷിൻ്റെ മാത്രമല്ല ഷാനവാസിൻ്റെയും സെലക്ട് ആയിട്ടില്ല. ആകെ സെലക്ട് ചെയ്തത് 2 ബോട്ടിലുകളായിട്ട് ആര്യൻ്റെ കമ്പനി കൊണ്ടുവന്നതായിരുന്നു. ഇത് അനീതിയാണ്. 3 ടാസ്കിലായി കഷ്ടപ്പെടുന്നുണ്ട്, ഇതിലൊരു നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് എല്ലാ ബോട്ടിലുകളും എറിയുകയും ചവിട്ടുകയും ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ടാസ്കിൽ ചിലപ്പോൾ ഇതുപോലെ പ്രവോക്കായി ഇങ്ങനെയൊരു ഷോ ഒക്കെ കാണിച്ചാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയും. എന്നാൽ ഇന്നും അത് ആവർത്തിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ബോറായ പരിപാടിയാണ്. അനീഷ് കാണിച്ചത് തികച്ചും ഇവിടെ തെറ്റ് തന്നെയാണ്. ജ്യൂസിൽ നിന്നും മുടി കിട്ടിയില്ലായിരുന്നെങ്കിൽ അനീഷ് ഇന്ന് കാണിച്ചതിനോട് നമുക്ക് യോജിക്കാമായിരുന്നു. എന്തായാലും ഇതിനൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്രൂവ് നൽകിയ ബോട്ടിലുകൾ ഉടമയ്ക്ക് തിരിച്ചു നൽകി സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചാൽ മാത്രമേ ഇന്നത്തെ ഈ ടാസ്ക് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനീഷ് എല്ലാ ബോട്ടിലുകളും നശിപ്പിച്ചതുകൊണ്ട് ക്വാളിറ്റി ചെക്കേഴ്സിന് അത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ബോട്ടിലുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ ഗെയിം ഇവിടെ റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത്. 2 ദിവസമായി നടക്കുന്ന ടാസ്ക് ഒന്ന് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് മത്സരാർത്ഥികളുടെ പിടിപ്പ് കേട് തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.